ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം തങ്ങൾ പറയാണ് അന്നഹു ഖാൽ ലാ യഖുറന്നകും ഖൗലുല്ലാഹി അസ്സ വജൽ അല്ലാഹുവിന്റെ ഒരു വാക്ക്, ഒരു വചനം, അത് നിങ്ങൾ ആരെയും വഞ്ചിതരാക്കാതിരിക്കുമാറാവട്ടെ. മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ വമൻ ജാഅ ബിസ്സയ്യിഅതി ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ. ഖുർആനിൽ ഒരു വചനമുണ്ട്, മൻ ജാഅ ബിൽ ഹസന, ആരെങ്കിലും ഒരു നന്മ പ്രവർത്തിച്ചാൽ ഫലഹു അശ്റു അംസാലിഹാ, അദ്ദേഹത്തിന് 10 ഇരട്ടി പ്രതിഫലം കിട്ടും. ഒരു നന്മ ചെയ്താൽ 10 ഇരട്ടിയാണ് പ്രതിഫലം കിട്ടുക. സാധാരണഗതിയിൽ അത് റമദാനിലാവുമ്പോൾ കൂടും, സ്ഥലങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെടും. ഇവിടെ നിന്ന് ചെയ്യുന്നത് പോലെയല്ല, ഹറമിൽ ചെന്നാൽ അവിടെ കൂടുതൽ കൂലി കിട്ടും. അങ്ങനെ പല സാഹചര്യവും സന്ദർഭവും അനുസരിച്ച് മാറും. ഏതൊരാൾ എവിടെ വെച്ച് സാധാരണഗതിയിൽ നോർമലി ഒരു അമല് ചെയ്താൽ തന്നെ 10 പ്രതിഫലം, 10 ഇരട്ടി പ്രതിഫലം അല്ലാഹു നൽകും. എന്നാൽ ഒരാൾ ഒരു തിന്മ ചെയ്താൽ അതിന് ആ ഒരു തിന്മയുടെ കുറ്റം മാത്രമേ കിട്ടുകയുള്ളൂ. ഈ ഒരു വചനം നിങ്ങൾ ആരെയും വഞ്ചിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ, ഇത് കേട്ട് ആ നന്മ ചെയ്താൽ 10 പ്രതിഫലം കിട്ടില്ല, തിന്മ ചെയ്താൽ 1 കിട്ടുള്ളൂ എന്ന് വെച്ച് തിന്മ ചെയ്യാൻ പോകരുത് എന്ന് മഹാനായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു. കാരണം ഫഇന്ന സയ്യിഅത വഇൻ കാനത് വാഹിദതൻ ഫഇന്നഹാ തത്ബഉഹാ അശ്റു ഖിസാലിൻ മദ്മൂമ. തിന്മ ഒന്നാണ് ചെയ്യുന്നതെങ്കിലും ആ തിന്മയോട് പിന്തുടർന്ന് 10 ആക്ഷേപാർഹമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഭവിക്കും. 10 ഡിഫക്റ്റുകൾ, 10 പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് പറയുന്നു. ഒരു തിന്മ ഒരാൾ ചെയ്യുമ്പോൾ അള്ളാഹുവിനെ അവൻ ദേഷ്യം പിടിപ്പിച്ചിരിക്കുന്നു. അള്ളാഹു വായും വെള്ളമൊക്കെ തന്നത് അള്ളാഹുവിനെ ആരാധിക്കാനും വഴിപ്പെട്ട് ജീവിക്കാനാണ്. അപ്പൊ അള്ളാഹുവിനെതിരെ ചെയ്യുമ്പോൾ അള്ളാഹുവിനെ ദേഷ്യം പിടിക്കും. അങ്ങനെയല്ലേ? നമ്മൾ ഒരാൾക്ക് എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കാൻ, എന്നിട്ട് നമ്മളെ മക്കളോട് മോനെ അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോകരുത് എന്നൊക്കെ പറഞ്ഞ് അവനെ നമ്മൾ ഇഷ്ടമില്ലാത്തിടത്തേക്ക് അവൻ പോയാൽ നമ്മൾ അറിയില്ല, എന്തിനാണോ നിനക്ക് ഞാൻ ഭക്ഷണം ഇപ്പോൾ എന്ന് പറയൂല. അപ്പം അള്ളാഹുവിനെ ദേഷ്യം പിടിപ്പിക്കുകയാണ് ഒരാൾ ഒരു തിന്മ ചെയ്യുന്നതിലൂടെ. ഇബ്ലീസിന് വലിയ സന്തോഷം ഉണ്ടാക്കി കൊടുത്തു. കാരണം അവനിങ്ങനെ തിന്മകൾ ഈ ലോകത്ത് എത്രത്തോളം ഉണ്ടാകുന്നു അത്രയും വലിയ സന്തോഷമാണ്, ഇബ്ലീസിനെ സന്തുഷ്ടനാക്കിയിരിക്കുന്നു. മൂന്നാമത്തെ പ്രയാസം ജീവിതത്തിൽ വരുന്നത് അവൻ സ്വർഗത്തിൽ നിന്ന് വിദൂരത്താകുന്നു. നരകത്തോട് അവൻ അടുക്കുന്നു. അഞ്ചാമത് അവനവന്റെ സ്വന്തം ശരീരത്തെ ബുദ്ധിമുട്ടാക്കിയിരിക്കുന്നു. കാരണം ഈ ശരീരത്തിനാണ് അതെല്ലാം ഏറ്റെടുക്കേണ്ടി വരുന്നത്. ഈ ഭൂമി ലോകത്തും ഒരാൾ തിന്മ ചെയ്താൽ അവന്റെ ശരീരത്തിനാണ് എല്ലാം കിട്ടാൻ പോകുന്നത്. നാളെ ആഖിറത്തിലും അവന്റെ ശരീരത്തെ കൊണ്ടുപോയാണ് ശിക്ഷിക്കുക. അപ്പൊ അവന്റെ ശരീരത്തെ അവൻ ബുദ്ധിമുട്ടിച്ചിരിക്കുന്നു. അവന്റെ ശരീരം വളരെ സംശുദ്ധമായിരുന്നു, അതിനെ അവൻ മലിനമാക്കിയിരിക്കുന്നു. 7 നമ്മുടെ അടുക്കൽ ഹഫളത്തിന്റെ മലക്കുകളുണ്ട്. മലായികത്തുൽ കിറാം നമുക്ക് സംരക്ഷണം നൽകുന്ന മലക്കുകൾ. ആ മലക്കുകൾ ബുദ്ധിമുട്ടാക്കിയിരിക്കുന്നു. കാരണം ഒരു തിന്മ ചെയ്യുമ്പോൾ ഒരാളുടെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധം വമിക്കുമെന്നാണ്. ആ ദുർഗന്ധം ഉണ്ടാകുമ്പോൾ മലക്കുകൾ അടുക്കൂല. അവർക്ക് നമ്മുടെ കൂടെ അള്ളാഹു സംരക്ഷണത്തിന് വേണ്ടി പ്രത്യേകം പറഞ്ഞ മലക്കുകളുണ്ട്. അവരെ നമ്മൾ ബുദ്ധിമുട്ടാക്കി അവരിങ്ങനെ അകന്നു പോകും. എട്ടാമത്തേത് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾക്ക് വിഷമുണ്ടാക്കുന്ന കാര്യമാണ്. ആ ഖബറിൽ വെച്ച് നബി തങ്ങളെ ദുഃഖിപ്പിച്ചിരിക്കുന്നു. കാരണം എന്ന് ഖുർആൻ പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്തോ, നന്മയോ തിന്മയോ ഏത് അമല് ചെയ്താലും അത് അല്ലാഹു കാണും, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളും കാണും എന്ന് ഖുർആൻ പറയുന്നു. അപ്പൊ തങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ മോശമായ കാര്യം ചെയ്യുമ്പോൾ ഹബീബായ തങ്ങൾക്ക് വല്ലാത്ത വിഷമം ഖബറിൽ ഉണ്ടാകുന്നു. ഒൻപതാമത്തേത് അവൻ ഒരു തിന്മ ചെയ്യുമ്പോൾ നമ്മുടെ തിന്മകളെല്ലാം റിപ്പോർട്ട് ചെയ്യാൻ പല റിപ്പോർട്ടർമാരുണ്ട് ഇവിടെ. ഓരോരുത്തർക്കും റബീബാറ്റിയുന്നുണ്ട്. അതുപോലെ തന്നെ ഭൂമി ഇത് റിപ്പോർട്ട് ചെയ്യും. നമ്മൾ ചെയ്യുന്ന സ്ഥലത്ത് ആ സ്ഥലം അല്ലാഹുവിന്റെ അടുക്കൽ നാളെ വന്ന് സാക്ഷി നിൽക്കും.
അവിടെയുള്ള എല്ലാ സർവ്വചരാചരങ്ങളും റൂം അടച്ചുകൊണ്ടാണ് നമ്മൾ തിന്മ ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ബെഡ്, കട്ടിൽ, അവിടുത്തെ എല്ലാം നമ്മെ കാണുന്ന എന്തൊക്കെയുണ്ട് അതൊക്കെ നാളെ അല്ലാഹുവിന്റെ അടുക്കൽ സാക്ഷി പറയും. അതൊക്കെ അവനെതിരാണ്. പത്താമത്തേത് അവൻ ബാക്കിയുള്ള ജനങ്ങളൊക്കെ വഞ്ചിച്ചിരിക്കുകയാണ്. കാരണം അവന് നല്ല ഉഷാറായിട്ട് വെള്ളക്കുപ്പായം സോട്ടും കൂട്ടൊക്കെ ഇട്ടിട്ട് ജനങ്ങളെ മുന്നിൽ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഞാൻ അത്യാവശ്യം തിരക്കടില്ല എന്നാ പറയുന്നത്. പക്ഷെ അവന്റെ ഉള്ളു മോശമാണ്. ജമീഉൽ മഖ്ലൂഖാത്ത് എല്ലാ ജനങ്ങളെയും അവൻ വഞ്ചിച്ചിരിക്കുന്നു എന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. അപ്പൊ ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഈ 10 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരികയാണ്. 10 ഡിഫക്റ്റുകൾ, 10 കാര്യങ്ങൾ, മതവുമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നു. അല്ലാഹു നമ്മുടെ തിന്മയിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു തആല നന്മകൾ കൂടുതൽ ചെയ്യാൻ അവസരം നൽകുമാറാവട്ടെ. തിന്മയോട് അല്ലാഹു ഞങ്ങളുടെ മനസ്സിൽ നീ ഉറപ്പ് നൽകണേ. അല്ലാഹ് ഞങ്ങളുടെ ഖൽബിന് നീ നല്ല ശുദ്ധീകരണം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനേ. റഹ്മാനേ റബ്ബേ, ഞങ്ങൾ പറഞ്ഞു കേട്ടതൊക്കെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇൽമിന്റെ സദസ്സിന്റെ മിഥില തവാബ് ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികളുടെ ഖബറിലേക്ക് എത്തിക്കണേ റഹ്മാനേ. അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. അവർക്ക് മഗ്ഫിറത്ത് മർഹമത്ത് നൽകണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്നവർക്കും ഞങ്ങൾക്കും ദീർഘായുസ്സ് ആഫിയത്തോടെ നൽകണേ അല്ലാഹ്. മരിക്കുമ്പോൾ ഹുസ്നുൽ ഖാത്തിമത്ത് നൽകണേ റഹ്മാനേ. അപകടങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാവലേകണേ അല്ലാഹ്. സൂഉൽ ഖാത്തിമത്ത് ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്. റഹീമായ റബ്ബേ, നസ്ബുഹു ജമാഅത്തിന് നടത്തിയ മുഅ്മിനീങ്ങൾക്ക് ഖൈർ നൽകണേ അല്ലാഹ്. ബറകത്ത് ചെയ്യണേ അല്ലാഹ്. അവരുടെ ബിസിനസ്സുകൾ, ബന്ധപ്പെടുന്ന മേഖലകൾ, ജോലികൾ, സേവനങ്ങൾ എല്ലാം നീ കബൂലാക്കണേ അല്ലാഹ്. ഉത്തരോത്തരം അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഇന്നത്തെ ദിവസം ഖദർ ഖദായി വല്ല വിപത്തും നീ വിധിച്ചുവെങ്കിൽ എല്ലാം ഞങ്ങളുടെ ദുആ സ്വീകരിച്ച് തട്ടിക്കളയണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരുപാട് ഖൈറായ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാവാനും തിന്മയിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കാനും നാവിനെ നിയന്ത്രിക്കാനും തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വ സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി